ഹലോ ഗൈസ്, അപ്പോൾ റിയാദ് വ്ലോഗ് പാർട്ട് 3 ആണിത്. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് തന്നെ പോയിട്ടോ. അപ്പോൾ പോണ വൈക്കാൻ ഇവിടെ ഒരു ഡോഗ് ഷോ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അത് അവർ ഒരു ഡോഗിനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കുട്ടികളെ കളിപ്പിക്കുന്നുണ്ട്. ആ ഡോഗിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ബാത്റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഈ ഒരു ബോക്സിങ് നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഇയാൾ നല്ല ശക്തിയിലായിട്ട് അടിക്കുന്നത്. പക്ഷേ എത്ര ആയിട്ടോ ആ 886 മേലേക്കായിട്ട് പോകുന്നില്ല. ഇനി അത് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ മേലേക്ക് പോവരുത് എന്നുള്ളത്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോ ഗെയിമിങ്ങിൻ്റെ ഏരിയാസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കോയിൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ കളിക്കട്ടോ. പിന്നെ ഇങ്ങനെ ഒരു വാട്ടർഫാളിൻ്റെ ഏരിയ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ തവണ വന്ന ടൈമിൽ പല ഡിസൈനിലും പല ആകൃതിയിലൊക്കെ താഴേക്ക് വരുമായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും കാണുന്നില്ല. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ വലിയ ആക്ടേഴ്സ്, അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ കൈയടയാളങ്ങളാട്ടോ. അതിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. ഗൈസ്, നെയ്മർ ജൂനിയർ ഉണ്ട്, നമ്മൾ സൽമാൻ ഖാൻ ഉണ്ട്, അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ബോളിവുഡ് സ്റ്റുഡിയോയിലോട്ടാണ്. ഈ ബോളിവുഡ് സ്റ്റുഡിയോയും ബോളിവുഡ് സിറ്റിയിൽ വരുന്നത് തന്നെയാണ്. അതിലോരോ സെക്ഷൻസ് ആയിട്ട് ഒരു പേര് വെച്ച് സെക്ഷൻ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിയാദ് കോമഡി ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളായിട്ട് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ തീം ഉണ്ടാവും. ഇപ്രാവശ്യമുള്ളത് റിയാദ് കോമഡി ഫെസ്റ്റിവലിൻ്റെ തീമാണ്. അപ്പോൾ അതിന് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കട്ടോ. പിന്നെ ഇത് നോക്കുക ഗൈസ്, ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ബാക്ക് കേൾക്കുന്ന തരത്തിൽ ഒരു മിനിയേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അപ്പുറത്ത് ആനയുണ്ട് കേട്ടോ. ഹായ്, നമ്മൾ വീഡിയോസ് എടുക്കാൻ വരിക ആൾക്കാരുണ്ട്. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, പോസ് ചെയ്ത് കൊടുത്താൽ മതി, അവർ വീഡിയോ എടുത്ത് തരും. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്ന് പിന്നെ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഗൈസ്, മിറേഴ്സ്, പലതരം മിറേഴ്സ്, കോൺവെക്സ്, കോൺകേവ് ഒക്കെ. അപ്പോൾ ഞങ്ങളും എല്ലാ മിറേഴ്സിലും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ തടിച്ചിട്ടും മെലിഞ്ഞിട്ടും നീണ്ടിട്ടൊക്കെ ഉള്ള പല ഫോട്ടോസും വീഡിയോസും ഞങ്ങളെടുത്ത് നല്ല നല്ല രസമായിരുന്നു, കളിയാക്കലും തമാശയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം കുറച്ച് സ്ഥലങ്ങൾ ഒരു ദിവസം റിയാദിൽ വന്ന് കാണാൻ കഴിയുള്ളൂ. കാരണം തിരിച്ച് ഞങ്ങൾക്ക് പോകും വേണം. ഏകദേശം 3.5-4 മണിക്കൂർ റണ്ണിങ് വരുന്നുണ്ട്. അതും തിരിച്ച് രാത്രി പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു 2-3 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇവരെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരെ കാണാൻ തന്നെ നല്ല രസമല്ലേ, കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.